Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നിങ്ങളെല്ലാവരും CSEയുടെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിരിക്കുകയായിരിക്കും. ഏകദേശം ഒരു മാർക്ക് ലെവലൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ പലരെയും നമ്മൾ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് അവരുടെ സബ്ജക്റ്റ് വൈസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, പക്ഷേ ജനറൽ പേപ്പറിന് മാർക്ക് കുറവാണെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ? 20 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് 10 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന്റെ ലെവൽ അനുസരിച്ചിട്ട് നമ്മുടെ ഓരോ മാർക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പം ജനറൽ പേപ്പറിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള സയൻസ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഉയർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജനറൽ പേപ്പർ പഠിക്കാനായിട്ടും കൊടുക്കണം. അപ്പോൾ ഈ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾ വലിച്ചു വാരിയൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കണ്ടന്റുകളുണ്ട്, ആ കണ്ടന്റുകൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ട് നമ്മുടെ 10 വരെയുള്ള SCERT ലെവലിൻ്റെ മുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വരുന്നില്ല. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മെയിനായിട്ട് വരുന്ന പോർഷൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് മാത്രം നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിന്നും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയൊരു അടുത്ത എക്സാം നമ്മൾ 3 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്, ജൂലൈ 2 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെയൊക്കെ നിരാശരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതും പറഞ്ഞ് പഠിക്കാതിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷ അടുക്കുമ്പോൾ പഠനം സ്റ്റാർട്ട് ചെയ്യാതെ ഇപ്പം തന്നെ നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 മാസം ആകുമ്പോഴേക്കും ഈ ഒരു പഠനം കംപ്ലീറ്റ് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠനം ഇപ്പോഴേ തന്നെ അടുത്തൊരു എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പം നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു നോട്ടിൽ എഴുതി തന്നെ എടുത്ത് പഠിക്കുക. കാരണം എന്താണ്, നമുക്ക് റിവിഷൻ്റെ ടൈം വരുമ്പോഴത്തേക്കും ആ ഒരു നോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് GKയിലെ, അതായത് ഈ ജനറൽ പേപ്പറിലെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സിനെ പറ്റി ചോദിക്കുന്നതാണ്. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡേയ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലോക ക്യാൻസർ ദിനം എന്നത് എന്നാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഇനി അടുത്തത് ലോക ക്ഷയരോഗ ദിനമാണെങ്കിൽ മാർച്ച് 24 കേട്ടോ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഇനി ലോകാരോഗ്യ ദിനമാണെങ്കിൽ ഏപ്രിൽ 7. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലോകാരോഗ്യ ദിനം എന്നുള്ളത്, ഏപ്രിൽ 7. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14. അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത്? ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക രക്തദാന ദിനം ജൂൺ 14, അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അപ്പൊ രോഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ദിനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതെന്തായാലും ഇതേക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ്?
അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, പലരും ഇത് ആൻസർ ചെയ്തിട്ടില്ല. അപ്പൊ നോക്കുക, അന്താരാഷ്ട്ര മണ്ണുവർഷം എന്ന് പറയുന്നത് 2015 കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2015 അന്താരാഷ്ട്ര മണ്ണുവർഷമാണ്. ഇനി 2016 ആണെങ്കിൽ എന്താണ്, അന്താരാഷ്ട്ര പയറുവർഷമാണ്. ഇനി 2020 ആണെങ്കിൽ എന്താണ്, സസ്യജാലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള വർഷമായിരുന്നു 2020 എന്ന് പറയുന്നത്. ഇനി 2023 ആണെങ്കിൽ എന്താണ്, മില്ലറ്റ് വർഷമാണ്, ചെറുധാന്യങ്ങളുടെ വർഷമാണ്. എന്താണ്, മില്ലറ്റ് വർഷമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, 2015 മണ്ണുവർഷമാണ്, 2016 ആണെങ്കിൽ പയറുവർഷമാണ്, 2020 സസ്യജാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷമാണ്, 2023 മില്ലറ്റ് വർഷമാണ്. അപ്പൊ ഇത് മറന്നു പോകരുത്, ഇത് മാറിയും മറിച്ചും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. സോ ഇതൊന്ന് പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, കാപ്പിയുടെ pH മൂല്യം എത്ര അല്ലെ. pH മൂല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ലൈനി തന്നിട്ടുണ്ടെങ്കിൽ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന്, അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്നൊക്കെ അറിയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, pH വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ കാപ്പിയുടെ pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ് കേട്ടോ. കാപ്പിയുടെ pH മൂല്യം എത്രയാണ്, 5 ആണ്. ഇനി 6.4 ആണ് ഉമിനീരിന്റെ pH വാല്യൂ. 6.4 ആണ് ഉമിനീരിന്റെ pH വാല്യൂ. ഇനി 7.4 ആണ് രക്തത്തിന്റെ pH വാല്യൂ എന്ന് പറയുന്നത്. 7.4 ആണ്. 7 എന്ന് വെച്ചാൽ ശുദ്ധജലം, ന്യൂട്രൽ ആയിട്ടുള്ളതിന്റെ pH വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത്, 7.7 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കാപ്പിയുടെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. അതുപോലെ തന്നെ ഉമിനീരിന്റെ pH മൂല്യമാണെങ്കിൽ 6.4, അതുപോലെ രക്തത്തിന്റെ pH മൂല്യമാണെങ്കിൽ 7.4, ശുദ്ധജലത്തിന്റെ pH മൂല്യമാണെങ്കിൽ 7 അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, pH വാല്യൂ കാണുമ്പോൾ 0 to 14 ആയിരിക്കും pH വാല്യൂ ഉണ്ടാവുക. അതിലെ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ഈ 7 താഴെയുള്ളത് 6, 5, 4 എന്ന് തുടങ്ങുന്നവ ആസിഡിക് നേച്ചർ ഉള്ളവയും, 7 മുകളിൽ 7, 8, 9 തുടങ്ങി 14 വരെയുള്ളവ ബേസിക് നേച്ചർ ഉള്ളവയുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ pH വാല്യൂ കണ്ടിട്ട് ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ആസിഡുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏതാണ്, ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസെറ്റിക് ആസിഡ് ആണ്. ഏതാണ്, അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വിനെഗർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസിഡാണ് ഏത്, അസെറ്റിക് ആസിഡ്. വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതുപോലെ തന്നെ അസെറ്റിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് എത്തനോയിക് ആസിഡ്. എന്താണ്, എത്തനോയിക് ആസിഡ്. ഓക്കെ, എത്തനോയിക് ആസിഡ്. ഇനി വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്, വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. HNO3 എന്ന് പറയും. എന്താണ്, നൈട്രിക് ആസിഡ്, HNO3. ഇനി സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. HCl എന്ന് പറയും. എന്താണ്, HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഓയിൽ ഓഫ് വിട്രിയോൾ. അത് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്, സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ് ആണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കുക, ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസെറ്റിക് ആസിഡ്, വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദെൻ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതാണെന്നും കൂടി ഒന്ന് നോക്കുക, എളുപ്പമാണ്. പുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലെ. ടാർട്ടാറിക് ആസിഡ് ആണ് പുളിയിലും മുന്തിരിയിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പുളിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വായിൽ ഇങ്ങനെ ടാറ് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെ. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി. പുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ടാർട്ടാറിക് ആസിഡ് ആണ്. അടുത്തത് ഉറുമ്പ്, കടന്നൽ, തേനീച്ച, ഇതിൽ മൂന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് ആണ് കേട്ടോ. ഉറുമ്പ്, കടന്നല്, തേനീച്ച, ഇതിൽ മൂന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്, ഫോമിക് ആസിഡ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഈ ഉറുമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ കടന്നല്, തേനീച്ച കടിച്ചാൽ എന്താണ്, നമുക്ക് നല്ലൊരു വേദന എടുക്കും. വേദന എടുക്കുമ്പോൾ എന്താണ്, നമ്മളൊന്ന് ഫോം ആവുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഫോമിക് ആസിഡ് ആണ്.
അടുത്തത് തേങ്ങയിലുള്ള ആസിഡ് ഏതാണ്? കുപ്രിക് ആസിഡ് ആണ് അല്ലെ. നമ്മൾ തേങ്ങ ഉണങ്ങുമ്പോൾ പറയുക എന്താണ്? കൊപ്ര എന്നാണ് പറയുക. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കുക. കുപ്രിക് ആസിഡ്, തേങ്ങയിലുള്ള ആസിഡ് ഏതാണ്? കുപ്രിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് തേയിലയിലുള്ള ആസിഡ്. തേയില അല്ലെ, തേയില എന്ന് വെച്ചാൽ ടീ ആണ്. അപ്പൊ ടീയിലുള്ള ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. ടാനിക് ആസിഡ് ആണ്. ഏതാണ്? ടാനിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് തൈര്. തൈര് എന്ന് വെച്ചാൽ എന്താണ്? പാലിന്റെ ആണ് അല്ലെ. അപ്പൊ പാലിന്റെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതായിരിക്കും? ലാക്റ്റിക് ആസിഡ് ആയിരിക്കും കേട്ടോ. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. പുളി, മുന്തിരി, ടാറ്റാറിക് ആസിഡ്, ഉറുമ്പ്, കടന്നൽ, തേനീച്ച, ഫോമിക് ആസിഡ്, തേങ്ങ, കുപ്രിക് ആസിഡ്, തേയില, ടാനിക് ആസിഡ്, തൈര്, ലാക്റ്റിക് ആസിഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിന്റെയൊക്കെ നോട്ടുകൾ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. കാരണം എന്താണ്? നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഈ നോട്ട് നോക്കി നിങ്ങൾക്ക് വേഗത്തിൽ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. രാസാഗ്നിയുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ താപനിലയാണ് 36 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്, 38 ഡിഗ്രി സെൽഷ്യസ്, 39 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിരിക്കുന്നത്. രാസാഗ്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എൻസൈം ആണ്. അപ്പൊ എൻസൈമിന്റെ പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള താപനില ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ, വളരെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് SCERTയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അറിയാമെങ്കിൽ, പ്രത്യേകിച്ച് എന്താണ് ഹ്യൂമൻ ബോഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബയോളജി പോർഷനിൽ നിന്ന് വരുന്നതിന് ആൻസർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വൈറ്റമിൻസ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ധാരണയുണ്ടായാൽ മതി. ഇനി കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആസിഡ്, ആൽക്കലി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി ഫിസിക്സ് ആണെങ്കിലോ നമ്മുടെ മെഷർമെന്റ്സിനെയൊക്കെ, അളവുകളും യൂണിറ്റുകളും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് ടോപ്പിക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജനറൽ പാർട്ടിൽ നിന്ന്, സയൻസ് പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അല്ലെ, അടുത്ത എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 2 വരെയാണ്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 3/2024 ആണ്. ജൂലൈ 2 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന അനുസരിച്ച് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 90 ഡേയ്സ് സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് 90 ഡേയ്സിൽ കവർ ചെയ്യും. അതുപോലെ റിവിഷനും മോഡൽ എക്സാമും ഒക്കെ അതിൽ ഉൾപ്പെടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് CSEB എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വരെ മനസ്സിലാകാൻ പറ്റാവുന്ന രീതിയിലാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയുള്ള ഒരു ബാച്ച് ആയിരിക്കും. അതുപോലെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സിന് പോരാണ്ട് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും, അതായത് ജനറൽ ടോപ്പിക് ഉൾപ്പെടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അതുപോലെ തന്നെ CSEBക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് GK ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപടി നോട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് അവൈലബിൾ ആകും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫിസിക്സ് പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതൊക്കെ തന്നിട്ടുണ്ട്? സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പൈക്കോമീറ്റർ തന്നിട്ടുണ്ട്, ഫെർമി തന്നിട്ടുണ്ട്, പാർസെക് തന്നിട്ടുണ്ട്. ഏതാണ്? ഇതെല്ലാം നീളത്തിന്റെ യൂണിറ്റുകളാണ്. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്, ഫെർമി ആണ്. ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററിന് ഈക്വൽ ആണ് ഏതെന്ന് പറയുന്നത്? ഫെർമി എന്ന് പറയുന്നത്. ഇനി പൈക്കോമീറ്റർ ആണെങ്കിൽ 10⁻⁻12 മീറ്ററിന് ഈക്വൽ ആണ് പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ഇനി പാർസെക് ആണ് ഇതിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക് ആണ്. ഗാലക്സികൾ തമ്മിലുള്ള അകലമൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഈ പാർസെക് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഓക്കെ,
ഇനി അടുത്തത് താപനിലയുടെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. താപനില എന്താണ്? താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, കാൻഡില ഉണ്ട്, ആംബിയർ ഉണ്ട്. അപ്പൊ നമുക്ക് താപനിലയുടെ 3 യൂണിറ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളതാണ് അല്ലെ. ഒന്നേതാണ്? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതുപോലെ എന്താണ് ഫാരൻഹീറ്റ് ഉണ്ട്, അതുപോലെ കെൽവിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 3 യൂണിറ്റുകൾ ഈ ഒരു താപനിലയെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ് ഇത് തന്നിരിക്കുന്നത്. ഇതിലെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി കെൽവിൻ ആണ് കേട്ടോ. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. മാറിപ്പോകരുത്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ അതാണോ എന്ന് ഡൗട്ട് തോന്നും. അല്ല, താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഇനി അടുത്തത് കാൻഡില എന്ന് പറയുന്നത് എന്തിന്റെ SI യൂണിറ്റ് ആണ്? ആ കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കാൻഡില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംബിയർ കറണ്ടിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ആംബിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. SI യൂണിറ്റ് സമ്പ്രദായം ആരംഭിച്ചത് ഏത് വർഷമാണെന്നാണ്. അപ്പൊ നമുക്കറിയാം എന്തിനാണ് SI യൂണിറ്റ് ആരംഭിച്ചത്? ലോകത്തിൽ എല്ലായിടത്തും ഒരേപോലെ മെഷർ ചെയ്യാൻ വേണ്ടി അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് യൂണിറ്റ് കൊണ്ടുവരുന്നത്? SI യൂണിറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന SI യൂണിറ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ നോക്കുക, അത് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1960 കേട്ടോ. ഏതിലാണ്? 1960 ആണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ബലത്തിന്റെ യൂണിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ യൂണിറ്റ് തന്നിട്ടുണ്ട്? ന്യൂട്ടൺ തന്നിട്ടുണ്ട്, വാട്ട് തന്നിട്ടുണ്ട്, ജൂള് തന്നിട്ടുണ്ട്, ഓം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബലത്തിന്റെ യൂണിറ്റ്? നമുക്കറിയാം ബലത്തിന്റെ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N ആണ് അല്ലെ. ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ വാട്ട് ആണെങ്കിൽ എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് ആണെങ്കിൽ പവറിന്റെ യൂണിറ്റ് ആണ്. ജൂൾ ആണെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. ജൂൾ ആണെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്. ഇനി ഓം ആണെങ്കിലോ? ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. ഓം റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഓം എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ യൂണിറ്റുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. അപ്പൊ ഈ യൂണിറ്റുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മീറ്റർ പെർ സെക്കൻഡ് എന്നത് എന്തിന്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗത തന്നിട്ടുണ്ട്, ത്വരണം തന്നിട്ടുണ്ട്, വ്യാപ്തം തന്നിട്ടുണ്ട്, പരപ്പളവ് തന്നിട്ടുണ്ട്. എന്താണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേഗതയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് വേഗത, അതുപോലെ തന്നെ പ്രവേഗം, ഇതിന്റെ രണ്ടിന്റെയും യൂണിറ്റ് ആണ് ഏത്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് ഏത് എന്ന് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ത്വരണത്തിന്റെ യൂണിറ്റ് ആണ്. ഇനി വ്യാപ്തമാണെങ്കിൽ എന്താണ്? L³ ആണ് അല്ലെ. വ്യാപ്തത്തിന്റെ യൂണിറ്റ് L³ ആയിരിക്കും. അപ്പൊ നോക്കുക, വേഗതയുടെയും പ്രവേഗത്തിന്റെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും അതുപോലെ തന്നെ ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് ഏത് എന്ന് പറയുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. ഓക്കെ, ഇനി അടുത്തത് ഒരു സോളാർ ദിനം എത്ര സെക്കൻഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് ആണ്? എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 24 × 60 × 60 എന്ന് വെച്ചാൽ എന്താണ്? 24 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിലുള്ള മണിക്കൂറാണ്. 60 എന്ന് വെച്ചാൽ എന്താണ്? മിനിറ്റ് ആണ്. 60 സെക്കൻഡ്. അപ്പൊ 24 × 60 × 60 എത്ര എന്ന് കിട്ടും? 86,400 സെക്കൻഡ് എന്ന് കിട്ടും കേട്ടോ. 86,400 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 86,400 സെക്കൻഡ്. ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 24 × 60 × 60 ചെയ്യുക, 86,400 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടത്തെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടത്തെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇത്രയും ഓർത്താൽ മതി. 2 ടൈപ്പ് വിറ്റാമിനുകളാണുള്ളത്. ഒന്നെന്താണ്? ഫാറ്റ് സൊല്യൂബിളും ഒന്ന് വാട്ടർ സൊല്യൂബിളും. അതിൽ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ് ഏതൊക്കെ? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ് ബിയും സിയും. ഓക്കെ, ബിയും സിയും മാത്രമേ ഉള്ളൂ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പൊ നോക്കുക, ഇതിൽ ബിയും സിയും ഇല്ലാത്തത് ഏതാണ്? ADEK അല്ലെ. ഓപ്ഷൻ സി ആണ്. ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. അപ്പൊ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബിയും സിയുമാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ നോക്കുക, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ CSCBയുടെ GK പാർട്ടിൽ നിന്ന് വരുന്ന സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ സയൻസ് പോർഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും സയൻസ് പോർഷനിൽ നിന്നുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഇനി ഈ ഒരു സയൻസിന്റെ ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ജനറലിൽ നിന്ന് ജനറൽ പാർട്ടിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് വൈസ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഏത് ടോപ്പിക്കാണ് ക്ലാസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്